5ാം ക്ലാസ്സിൽ 2024 നടന്ന അക്കീദ പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറാണിത്. മാർക്ക് 100. 5ാം ക്ലാസ്സിലെ ഫിഖിൻ്റെയും തജ്വീദ് ലിസാനുൽ ഖുർആൻ്റെയും കഴിഞ്ഞ 3 വർഷത്തെ ചോദ്യപേപ്പറിൻ്റെ വിശദമായ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അക്കീദ ചോദ്യപേപ്പർ നോക്കാം. 1. യോജിച്ചവ എടുത്തെഴുതാം. ഈസാ അലൈഹിസ്സലാം കറാമത്ത്, ഷിർക്ക്, അള്ളാഹു, ഇബ്രാഹിം അലൈഹിസ്സലാം. 1. എല്ലാ കഴിവുകളുടെയും ഉടമ അള്ളാഹു. എല്ലാ കഴിവുകളുടെയും ഉടമ അള്ളാഹു. 2. മരിച്ചവരെ ജീവിപ്പിക്കൽ ഈസാ അലൈഹിസ്സലാം. 3. അതിഗുരുതരമായ അതിക്രമം ഷിർക്ക്. 4. ഔലിയാക്കൾ കറാമത്ത്. 5. തീക്കുണ്ടാരം ഇബ്രാഹിം അലൈഹിസ്സലാം. ശരി അടയാളപ്പെടുത്തുക. 1. ഈജിപ്തിലെ ഗവർണർ ബ്രാക്കറ്റിലെ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ശരി ഉത്തരം അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു. 2. അൽ ഖുലഫാഉ റാഷിദൂന 25-10-4. ഖുലഫാഉ റാഷിദൂന 4 പേരായിരുന്നു. ശരിയായത് 4. 3. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു മുആദ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 4. മുഹമ്മദ് നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് കഅബ, ഇസ്രാ മിഅ്റാജ്, ഖുർആൻ. ശരി ഉത്തരം ഖുർആൻ. ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആൻ. ഇസ്രാ മിഅ്റാജ് മുഹമ്മദ് നബിയുടെ ഒരു മുഅ്ജിസത്താണ്. ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഖുർആൻ. 5. നൈൽ നദിക്ക് കത്തെഴുതി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ശരി ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു. ഉത്തരം എഴുതുക. 1. കറാമത്ത് എന്നാൽ എന്ത്? ഉത്തരം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങളാണ് കറാമത്ത്. ഉത്തരം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങളാണ് കറാമത്ത്. 2. ഇബാദത്ത് എന്നാൽ എന്ത്? ഉത്തരം അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. 3. ആരാണ് അംബിയ മുർസലുകൾ? അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. ഉത്തരം അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. 4. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എന്തെല്ലാം? ഉത്തരം ഖുർആൻ, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. 5. തൗഹീദ് എന്നാൽ എന്ത്? അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണെന്ന വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു. അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണെന്ന വിശ്വാസത്തിന് തൗഹീദ് എന്ന് പറയുന്നു. വ്യക്തമാക്കുക. 1. ഷിർക്ക്. അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക്. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക്. 2. മുഅ്ജിസത്ത്. പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. ഉത്തരം പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. 3. ഇജ്മാ. ഉത്തരം ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായമാണ് ഇജ്മാ. ഉത്തരം ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏക അഭിപ്രായമാണ് ഇജ്മാ. 4. റിദ്ദത്ത്.
പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നീയത്തുകൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കലാണ് റിദ്ദത്ത്. ഉത്തരം: പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നീയത്തുകൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കലാണ് റിദ്ദത്ത്. 5. ഗൈബ്. സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്ത കാര്യങ്ങളാണ് ഗൈബ്. ഉത്തരം: സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്ത കാര്യങ്ങൾ. സാരം എഴുതുക. 1. മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി. അതിൻ്റെ അർത്ഥം എഴുതുക. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. 2. അദ്ദുനിയാ മസ്റത്തുൽ ആഖിറ. ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. അദ്ദുനിയാ മസ്റത്തുൽ ആഖിറ. ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. പൂരിപ്പിക്കുക. 1. വകുല്ലുൻ ഫീ ഫലക്കിൻ ഡേഷ്. വകുല്ലുൻ ഫീ ഫലക്കിൻ യസ്ബഹൂൻ. ഒന്നാമത്തെ പാഠത്തുനിന്നാണ്. വകുല്ലുൻ ഫീ ഫലക്കിൻ യസ്ബഹൂൻ. 2. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി ഡേഷ് മുബീൻ. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. എണ്ണം എഴുതുക. 1. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ. 6, 4, 10. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ 4. 2. സൂറത്തു മക്കിയ. 114, 313, 86. ശരി ഉത്തരം 86. 3. സൂറത്തു മദനിയ. 82, 68, 28. ശരി ഉത്തരം 28. സൂറത്തു മദനിയ 28ഉം സൂറത്തു മക്കിയ 86ഉമാണ്. ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 1. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഡേഷ്. ഉത്തരം ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം. 2. തൗഹീദിൻ്റെ സൂറത്ത്. ഇഖ്ലാസ്. തൗഹീദിൻ്റെ സൂറത്ത് ഇഖ്ലാസ്. 3. എത്ര വർഷം കൊണ്ടാണ് ഖുർആനിൻ്റെ അവതരണം? ഉത്തരം 23 വർഷം കൊണ്ട്. എത്ര വർഷം കൊണ്ടാണ് ഖുർആനിൻ്റെ അവതരണം? 23 വർഷം കൊണ്ട്. 4. മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നത് ആര്? ഉത്തരം പിശാച്. മനുഷ്യഹൃദയങ്ങളിൽ ദുർബോധനം നടത്തുന്നതാര്? പിശാച്. 5. പ്രതിഫലം നൽകപ്പെടുന്ന ലോകം. പരലോകം. 5ാം ക്ലാസ്സിലെ 2024 നടന്ന പൊതുപരീക്ഷ അക്കീദയുടെ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.